അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സന്തോഷമുള്ള വേറൊരു വാർത്തയാണ്, വാതരോഗികൾക്ക് ഒരു വലിയ സന്തോഷ വാർത്തയാണ്. എന്നുവെച്ചാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, നമ്മൾ ഇന്ത്യയിൽ ഒരു പുതിയ മരുന്ന് ലോഞ്ച് ചെയ്തു എന്ന് പറഞ്ഞു. ഉപ്പഡാസെറ്റിൻ പറഞ്ഞൊരു മരുന്ന് ലോഞ്ച് ചെയ്തു. അതൊരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മോളിക്യൂളാണ്, വളരെ എഫക്റ്റീവായിട്ടുള്ള റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനും അത് ആമവാദത്തിനാണെങ്കിലും ആങ്കിലോസിസ് സ്പോണ്ടിലോസിസ് നട്ടിനെ ബാധിക്കുന്ന വാതരോഗത്തിനും ഒക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള മോളിക്യൂളാണ്. അപ്പോൾ അതിൽ ഒരു വലിയ കേസ് കൊടുത്തു. അപ്പോഴും നമുക്കറിയാം ഒരു പേറ്റൻറ്റ് ലോ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. പേറ്റൻറ്റ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരുന്നിൻ്റെ പുറത്തെ വില, അത് US വില, ഉപ്പഡാസെറ്റിൻ്റെ വില ഒരു $5,000-6,000 എന്നുവെച്ചാൽ ഒരു 5 ലക്ഷം രൂപ ഒരു മാസത്തിന്. ഇന്ത്യയിൽ അത് ലോഞ്ച് ചെയ്തേക്കുന്നത് 2,000-2,500 രൂപ അടുപ്പിച്ചിട്ടാണ് ലോഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ അത്രയും വ്യത്യാസത്തിലാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കുന്നത്. 2,500 രൂപയും 5 ലക്ഷം രൂപയും മനസ്സിലാക്കുക. കണ്ടുപിടിച്ച കമ്പനിയുടെ പേര് അബ്വി എന്നാണ്. ഒരു അബ്വി എന്ന് പറയുന്ന കമ്പനിയിലാണ് ഇത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഏത് മരുന്നാണെങ്കിലും ആദ്യം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 20 വർഷത്തേക്ക് അവർക്ക് അതിനുള്ള പേറ്റൻ്റ് ഉണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പേറ്റൻറ്റ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരല്ലാതെ വേറെ ആൾക്കത് വിൽക്കാൻ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും 100 മോളിക്യൂൾ കണ്ടുപിടിക്കുക, ഒരു മോളിക്യൂളാണ് പലപ്പോഴും സക്സസ്ഫുള്ളായിട്ട് മാർക്കറ്റിൽ വരുന്നത്. അപ്പോൾ അത്രയും റിസർച്ചിന് അവർ ഫണ്ട് ചെയ്യാനായിട്ടാണ്, അത്രയും 100 മോളിക്യൂൾ കണ്ടുപിടിക്കുന്ന കാശ് അവർ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഒന്ന് വരുന്നത്. അപ്പോൾ അത്ര ആ കാശ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പേറ്റൻറ്റ് കൊടുക്കുന്നത്, ഒറിജിനേറ്റേഴ്സിനെ, അതായത് റിസർച്ചിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ജയൻസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അപ്പോൾ 20 വർഷത്തേക്ക് അത് കൊടുക്കുന്നത്. അപ്പോൾ 20 വർഷം എന്ന് വെച്ചാൽ മോളിക്യൂൾ കണ്ടുപിടിച്ച് 20 വർഷം, അതായത് പലപ്പോഴും മാർക്കറ്റിൽ വന്നൊരു 10 കൊല്ലത്തേക്കൊക്കെ ആയിരിക്കും. കാരണം ആദ്യം കണ്ടുപിടിച്ചൊരു 10 കൊല്ലം കഴിയുമ്പോഴേ അവർക്ക് സ്റ്റഡിയൊക്കെ ചെയ്ത് പലപ്പോഴും മാർക്കറ്റിൽ വരാറുള്ളൂ മോളിക്യൂൾ. അപ്പോൾ 10 വർഷത്തേക്കാണ് ഇപ്പോൾ പലപ്പോഴും പേറ്റൻറ്റ് കിട്ടുന്നത് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞിട്ട്. അപ്പം ഇതിൻ്റെ പേറ്റൻറ്റ് എക്സ്പയർ ചെയ്യുമ്പം അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ കുത്തകൾ ചെയ്യുന്ന പരിപാടിയാണ്. ഒന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യില്ല. കാരണം ലോഞ്ച് ചെയ്യാത്തതിന് കാരണം ഈ 5 ലക്ഷം രൂപ നമ്മുടെ ഒരു പേഷ്യൻറ്റിനും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അത് പലപ്പോഴും അൺഅഫോർഡബിൾ ആയതുകൊണ്ട് അവരെല്ലാം തന്നെ അത് ലോഞ്ച് ചെയ്യാറില്ല, ഒരു മോളിക്യൂൾ ലോഞ്ച് ചെയ്യാറില്ല. അമേരിക്കൻ കമ്പനീസ് ലോഞ്ച് ചെയ്യില്ല ഇന്ത്യയിൽ ഈ ഇതുപോലെയുള്ള. പിന്നെ ഇമ്പോർട്ട് ചെയ്യാതെ ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ട് നമ്മൾ ഉപ്പഡാസെറ്റിൻ ഇവർ യൂസ് ചെയ്യാറുമില്ല. മാത്രമല്ല അത് യൂസ് ചെയ്യാൻ നമ്മുടെ പേഷ്യൻസ് താങ്ങാനും പറ്റില്ല. അപ്പോൾ ഇന്ത്യൻ കമ്പനീസ് അത് ഈ ഒറിജിനേറ്റർ മോളിക്യൂൾ, ഇത് ജനറിക് വേർഷൻ, അതുപോലെയുള്ള അതിൻ്റെ ഒരു മോളിക്യുലർ ഘടനയൊക്കെ മനസ്സിലാക്കി ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതിനെയാണ് ജനറിക് വേർഷൻ എന്ന് പറയുന്നത്. അതിന് ഒറിജിനേറ്റർ മോളിക്യൂളായിട്ട് കുറേ സ്റ്റഡീസ് അവർ ചെയ്യുകയും ചെയ്യും. ഈ ലോഞ്ച് ചെയ്യുന്നത് പലപ്പോഴും വളരെ വില കുറവിലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു 5 ലക്ഷത്തിന് പകരം 2,000 രൂപയ്ക്കാണ് ഇന്ത്യ ലോഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു, ഇവർ എവർ ഗ്രീനിങ് എന്ന് പറയും. എവർ ഗ്രീനിങ് എന്ന് വെച്ചാൽ ഈ മോളിക്യൂൾ, ആദ്യമുള്ള മോളിക്യൂൾ ചെറിയൊരു വേരിയേഷൻ, ചെറിയൊരു വേരിയേഷൻ ഉണ്ടാക്കിയിട്ട് പറയും ഇത് നമ്മുടെ പുതിയ ഇൻവെൻഷനാണ്, ഇതിന് 10 കൊല്ലം കൂടി നമുക്ക് പേറ്റൻറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ കേസ് ഫയൽ ചെയ്തു. അപ്പോൾ കേസ് ഫയൽ ചെയ്തപ്പോൾ ഈ ഗവൺമെൻറ്, നമ്മുടെ ഇന്ത്യൻ കമ്പനീസും അത് ഫയൽ ചെയ്തു. അപ്പോൾ അതിൽ നമ്മളെല്ലാം വളരെ ആങ്ഷ്യസ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വിധിയായിരുന്നു. അതിൽ ഇന്ത്യൻ കമ്പനീസ് ഫേവറബിൾ ആയിട്ടാണ് വെർഡിക്റ്റ് വന്നത്. കാരണം കോടതി പറഞ്ഞത് ഇത് നിങ്ങൾക്ക് പുതിയ ഇൻവെൻഷനൊന്നും ഇതിനകത്തില്ല, ഇത് പഴയ മോളിക്യൂൾ തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് നിങ്ങൾക്ക് ഒരിക്കലും ഇതിനെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതിന് തടസ്സപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളത് ഇന്ത്യൻ പേറ്റൻറ്റ് കമ്മീഷൻ അതിന് ഫേവറബിളായിട്ട് ഇന്ത്യൻ കമ്പനീസ് ഫേവറബിളായിട്ട് വെർഡിക്റ്റ് വന്നു. അപ്പോൾ ഇന്ത്യൻ കമ്പനീസ് ജയിച്ചു എന്ന് തന്നെ പറയാം. ഇന്ത്യൻ പേഷ്യൻസും നമ്മളും ഇന്ത്യൻ സമൂഹം തന്നെ ജയിച്ചു എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6 ലക്ഷം രൂപയുടെ മോളിക്യൂൾ ഇന്ത്യയിൽ 2,000-2,500 രൂപയ്ക്ക് നമുക്ക് പേഷ്യൻസിന് അവൈലബിൾ ആയി. ഈ ഉപ്പഡാസെറ്റിൻ്റെ കാര്യം നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്, വളരെ എഫക്റ്റീവാണ്. അപ്പോൾ അങ്ങനെ അത് ഇത്ര വില കുറച്ച് കിട്ടുമ്പോൾ വളരെ നമ്മുടെ വാതരോഗികൾക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. വാതരോഗികൾക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് മാത്രമല്ല, ആങ്കിലോസിസ് സ്പോണ്ടിലോസിസിനും അൾസറേറ്റീവ് കൊളൈറ്റിസിനും സോറിയാസിനും സോറിയാറ്റിക് ആർത്രൈറ്റിസിനും അങ്ങനെ കുറേ ഓട്ടോ ഇമ്യൂൺ ഡിസീസിന്, അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ്, ഇതിനെല്ലാം തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ള മോളിക്യൂളാണ്. കുറേ അലർജി ഡിസീസ്, അറ്റോപിക് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള ഡിസീസിനുമെല്ലാം വളരെ എഫക്റ്റീവായിട്ട് ആണിത് കണ്ടുവരുന്നത്. അതുപോലെ സൈഡ് എഫക്റ്റ് പ്രൊഫൈലും കുറച്ച് ടോഫാസിനേക്കാൾ ഇത് ബെറ്ററാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് ഈ വിലയ്ക്ക് കിട്ടുമ്പോൾ നമ്മുടെ പേഷ്യൻസിന് ആകമാനം വളരെ നല്ലൊരു ന്യൂസാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നുന്നത്, ബാക്കി പുതിയ മോളിക്യൂൾസ് ഉണ്ടല്ലോ പുറത്തുള്ളത്, ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാത്തത്, അതിനും ഇതുപോലെ തന്നെ ജനറിക് വേർഷൻസ് അടുത്ത വർഷങ്ങളിൽ വരാൻ ഇത് ഉപകരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.